ഹായ് ഹലോ, ഇന്ന് സമൂസ ഷീറ്റ് വെച്ച് അടിപൊളി ക്രഞ്ചി ഐറ്റം തയ്യാറാക്കിയാലോ. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സബോള വഴറ്റി കൊടുക്കാം. ഫില്ലിങ്സ് തയ്യാറാക്കാനാണ്. ഇനി വഴന്ന് വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഉപ്പ് ചേർത്ത് ഇപ്പോൾ സവോള വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അതിനിടയിൽ. ഇനിയിപ്പോൾ ഉള്ളി വഴന്ന് വന്നതിന് ശേഷം പൊടികളായിട്ട് ചിക്കൻ മസാല, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് പച്ചമണം മാറിയതിന് ശേഷം നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഫില്ലിങ്സ് വാങ്ങി വെക്കാം. അങ്ങനെ 3 കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉടച്ച് ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ്റെ ഫില്ലിങ്സും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ മാവ് തയ്യാറായിട്ടുണ്ട്. ഇനി അല്പം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വെള്ളവും ചേർത്ത് ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക. അത് മുക്കി പൊരിക്കാനായിട്ട്. അങ്ങനെ മൈദമാവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ സമൂസ ഷീറ്റ് ആവശ്യമായിട്ട് വേണ്ടത് അത് ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. എത്രയാണ് നമ്മൾ തയ്യാറാക്കാൻ എടുക്കുന്നത് അത്രയും തന്നെ അത് കട്ട് ചെയ്തെടുക്കണം സമൂസ ഷീറ്റും. ഇവിടെ ഞാനൊരു 6 ഷീറ്റോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ ചെറുതായിട്ട് പൊടിയായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെച്ചതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കനും കിഴങ്ങൊക്കെ ചേർത്ത് ആ മാവ് ഇതുപോലൊന്ന് ഉരുട്ടി റൗണ്ട് ആകൃതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് മൈദ മാവിനകത്തോട്ട് ഇതുപോലെ മുക്കി നല്ലപോലെ കവർ ചെയ്തെടുക്കാം. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച സമൂസ ഷീറ്റിൻ്റെ അതിലേക്ക് ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇനി തിളച്ച എണ്ണയിലേക്ക് ഓരോന്നായിട്ടും അതുപോലെ ബൗളാക്കി മൈദമാവിൽ മുക്കി സമൂസ ഷീറ്റിൻ്റെ കട്ട് ചെയ്ത പീസിൽ കോട്ട് ചെയ്ത് ഓരോന്നും അതുപോലെ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളിയാണ്. ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം. കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും. 4 മണിക്കൊക്കെ തയ്യാറാക്കി കഴിക്കാൻ അടിപൊളിയാണ്. ഫുള്ളും ഞാൻ ഇതുപോലെ റൗണ്ട് ആകൃതിയിലാക്കി വെച്ചിട്ടുണ്ട്. കിഴങ്ങിൻ്റെ ചിക്കൻ്റെ ഇത് പിന്നെ ഓരോന്നും അതുപോലെ ചെയ്തെടുക്കുവാണ്. നോയമ്പിലൊക്കെ അടിപൊളിയാണ്. അങ്ങനെ ഫുള്ളും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നും എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അങ്ങനെ ഒരു ഭാഗം മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ക്രിസ്പി ആയിട്ട് നല്ല ഇതായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ കോരി മാറ്റാം. അങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി സമൂസ ഷീറ്റും കിഴങ്ങും ചിക്കനും വെച്ചിട്ടുള്ള പലഹാരം തയ്യാറായിട്ടുണ്ട്. അങ്ങനെ അടിപൊളി പലഹാരം തയ്യാറായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. പുറമേ അകം നല്ല സോഫ്റ്റും. ഇങ്ങനെ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ഇതൊക്കെ കണ്ടില്ലേ, അടിപൊളി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.